മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എന്നെ ശുദ്ധീകരിക്കണം, നബിയെ എന്നെ ശുദ്ധീകരിക്കണം. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കാത്തത് പോലെ പറഞ്ഞു, പോ മായിസേ, പോ. മായിസിനെ പറഞ്ഞു വിട്ടു. കാരണം എന്തേ? കേൾക്കാത്തത് പോലെ കേട്ടു നബി തങ്ങൾ. കാരണം വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബി തങ്ങൾ വിചാരിച്ചു പോയി തൗബ ചെയ്യട്ടെ. മായിസിനോട് പറഞ്ഞു, പോ, കേൾക്കാത്ത പോലെ പോ എന്ന് പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു വിട്ടു. മായിസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി. സമാധാനം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സഹാബ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. വല്ല ലഹരി അടിച്ചവനെ പോലെ വിളിച്ചു പറയുന്ന നോക്ക്. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് നബി തങ്ങളോട് വന്നു പറഞ്ഞു, നബിയേ, മായിസ് കള്ളു കുടിക്കാറില്ല. മായിസ് കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും നബി തങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കറിയാം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്നറിയോ? യാ റസൂലല്ലാഹ്, നാണം കെട്ടാൽ ഈ ജനങ്ങളുടെ മുമ്പിലല്ലേ നാണം കെടുന്നത്? ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റുമല്ലോ? ഇതിനൊരു അവസാനമുണ്ടല്ലോ. ഇവര് എറിഞ്ഞ് ഞാൻ മരിച്ചാൽ അതോടുകൂടി ഈ ശിക്ഷ തീരുമല്ലോ. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിൽ ഇത് മറച്ചു വെച്ചിട്ട് അള്ളാടെ കോടതിയിൽ ചെന്നിട്ട് ഒരു വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ നബിയേ, എനിക്ക് വയ്യ നബിയേ. വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ ചെല്ലാറ് നരകം എനിക്ക് പേടിയാ.